വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 9. അക്കാലത്ത് യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയുവാനും സാധിക്കില്ല. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരിക്കല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് മുറിച്ചു കളയുക. നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്ന് എടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളും ഉള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ആന്തരിക വിശുദ്ധിയുടെ ആത്മീയത നമുക്ക് ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിന്റെ 26ാമത്തെ ഞായറാഴ്ചയെന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ ദൈവം നമ്മെ തന്റെ കൃപയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ ആദ്യ വായന സംഖ്യ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ചൈതന്യം ഒരു ഭാഗമെടുത്ത് 70 നേതാക്കന്മേൽ പകരുന്നു. അവരെല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിക്കുവാൻ ആരംഭിക്കുന്നു. എന്നാൽ പാളയത്തിന് പുറത്തു നിന്നവർ ദൈവത്തിന്റെ മഹത്വം സ്വീകരിച്ച് പ്രവചിക്കുന്നത് കണ്ടപ്പോൾ ജോഷുവ അവരെ തടയുകയാണ്. എന്നാൽ മോസസ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ ജനം മുഴുവനും പ്രവചിക്കുകയും അവിടുന്ന് തന്റെ ആത്മാവ് അവർക്ക് ഭക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഒരു ദൈവ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുമ്പോൾ, സംരക്ഷിക്കപ്പെടുമ്പോൾ, ദൈവാത്മാവിന്റെ പ്രവൃത്തികൾ അവരിൽ നടക്കുമ്പോൾ ഒരു യഥാർത്ഥ ആത്മീയ മനുഷ്യൻ ആനന്ദിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മോശയ്ക്ക് ശേഷം ദൈവജനത്തെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ജോഷുവ. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ നന്മ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നു. പലപ്പോഴും നമുക്കും അപ്രകാരമുള്ള ദുരനുഭവം ഉണ്ടാകാം. ദൈവത്തിന്റെ ശക്തിയും മഹത്വവും മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ അതിൽ ആനന്ദവും അഭിമാനവും കാണാൻ നമുക്ക് സാധ്യമാകണമെന്ന് ഇന്നത്തെ ആദ്യ വായന ഓർമ്മപ്പെടുത്തുന്നു. കാരണം എല്ലാവരും ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്, എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, എല്ലാവരും രാജകീയ പുരോഹിത ഗണമാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആകയാൽ എല്ലാവരിലും ദൈവത്തിന്റെ ചൈതന്യവും കൃപയും നൽകപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ രണ്ടാമത്തെ വായന യാക്കോബ് ശ്ലീഹായുടെ ലേഖനമാണ്. അവിടെ ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളിൽ, സമ്പത്തിൽ അമിതമായി ആശ്രയിച്ച് ജീവിക്കുന്ന ധനവാന് സംഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമ്പത്ത് ക്ഷയിച്ചു പോയിരിക്കുന്നു, നിനക്ക് ദുരിതം വന്നിരിക്കുന്നു, നിന്റെ വസ്ത്രത്തിന് പുഴു അരിച്ചു പോയിരിക്കുന്നു, നിന്റെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു, ആ കറ നിനക്കെതിരെ സാക്ഷി നൽകിയിരിക്കുന്നു. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകയും അവസാന നാളുകളിലേക്ക് അത് നിങ്ങൾക്ക് ശേഖരണമായി തീരുകയും ചെയ്യും. സത്യത്തിൽ ഒരു താക്കീത് നൽകുകയാണ് യാക്കോബ് അപ്പോസ്തലൻ. ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളിൽ ആശ്രയിച്ച് ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ നാം സമ്പാദിക്കുന്നതും കരുതി വയ്ക്കുന്നതുമൊക്കെ നമ്മെ ജീവിതത്തിന്റെ ദുരന്തത്തിലേക്ക് എത്തിക്കുമെന്നും നമ്മൾ ഈ ലോകത്തിന്റെ സുഖലോലുപതയും തിന്മയും പാപവും അന്ധകാര സുഖവും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ മനസ്സിനൊത്ത് ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷത്തിലൂടെ യേശു വ്യക്തവും ശക്തവുമായ താക്കീത് നൽകുന്നത് നാം കാണുന്നു. യേശുവിന്റെ ശിഷ്യൻ ഒരുവനായ
യോഹന്നാൻ തന്നെ മുന്നോട്ട് വന്ന് പറയുന്നു, ഞങ്ങളെ അനുഗമിക്കാത്തത് കൊണ്ട് നിന്റെ നാമത്തിൽ പ്രവചിക്കുന്നവരെ ഞങ്ങൾ തടഞ്ഞു. യേശു പറയുന്നു, തടയേണ്ടതില്ല. നമുക്കെതിരില്ലാത്തവർ നമ്മുടെ പക്ഷത്താണ്. മറ്റുള്ളവരിലെ ദൈവിക കൃപ ഉൾക്കൊള്ളുവാനും അവർ ദൈവാത്മാവിനാൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ പ്രവൃത്തിയായി കാണാൻ കഴിയുന്ന ഒരു കൃപയിലേക്ക് നാം വളരണം. ഒപ്പം ദൈവനാമത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ഈ ലോകത്തിൽ പ്രതിഫലമുണ്ട് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ കൊടുക്കുന്നവന് പ്രതിഫലം നൽകുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒപ്പം ആ ദൈവം ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതുണ്ട്. ഈ ഭൂമിയിലെ ആരെയും നിങ്ങൾ ചെറിയവരായി കാണരുത്, കുറവുള്ളവരായി കാണരുത്. ആരെയും നിന്ദിക്കുകയോ പരിഹസിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യരുത്. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരിക്കല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ഭൂമിയിൽ നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് കരുതി ജീവിക്കുകയും മറ്റുള്ളവരെ നിന്ദിക്കുകയും മറ്റുള്ളവരുടെ മേൽ ഭാരം വച്ചുകെട്ടുകയും ചെയ്യുമ്പോൾ ദൈവിക നീതിക്ക് എതിരായി നാം നിലകൊള്ളുന്നുവെന്ന തിരിച്ചറിവ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുകയാണ്. ഒപ്പം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് തിന്മയുടെയും പാപത്തിന്റെയും ദുർമാതൃക നൽകിയാൽ അത് ദൈവ തിരുമുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമായി ക്രിസ്തു അവതരിപ്പിക്കുന്നു. കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ ചൂഴ്ന്ന് എറിഞ്ഞു കളയുക എന്നും, കൈ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ വെട്ടിക്കളയുക എന്നും, കാല് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് മുറിച്ചു കളയുക എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഓർക്കുക, പാപം ചെയ്യുക എത്രയോ ഗൗരവമുള്ളതാണ് എന്നും അതിൽ നിന്ന് നാം വിട്ടുനിൽക്കണമെന്നും ഉള്ള ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടെ ഈ പുണ്യഭൂമിയിൽ വിശ്വസ്തരായി ജീവിക്കുവാൻ ആത്മീയ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഭൂമിയിൽ ഏറ്റവും ലാളിത്യത്തോടെ നന്മ ചെയ്ത് കടന്നു പോകുവാൻ, ഒപ്പം മറ്റുള്ളവരുടെ നന്മയിൽ ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ, ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതവും സാന്നിധ്യവും ഇടപെടലും അനുഗ്രഹമാകുവാൻ കൃപ നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.